ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യേശു എൻ്റെ ഉള്ളിലുണ്ട്. ഈശോ എന്നെ ഭരിക്കുന്ന സമയമാണ്. ശിരസ് മുതലുള്ളം കാലുവരെ യേശു നൽകുന്ന ഈ വലിയൊരു സൗഖ്യം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച്, ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ കാണപ്പെടുന്ന വലിയൊരു ദൈവീക അഭിഷേകം സംഭവിക്കണമേ എന്ന് കരങ്ങൾ ഉയർത്തി നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷകളെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാലോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഒരുപക്ഷെ അങ്ങ് ദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ, ഇപ്രകാരമുള്ള ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവര് ഇതുപോലെ ഒരു കൂട്ടായ്മയിലൊന്നും അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. കർത്താവെ, ഞങ്ങൾ അവരെ ഓർക്കുന്നു, അവരുടെ നിയോഗങ്ങളും അവരുടെ ജീവിതത്തെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ അതിശക്തമായ കൃപ സംഭവിക്കണം. നിങ്ങളെങ്ങനെ ഈ കരം ചേർത്ത് പിടിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങ് ദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കൊക്കെയായി പോയിട്ടുള്ള ചിലരില്ലേ, ഒറ്റപ്പെട്ട് കഴിയുന്നവര്, ഒരുപക്ഷെ ജീവിതത്തിൽ വല്ലാതെ ഭാരത്തിലായിരിക്കും അവര്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വഴി അവരിൽ ഒരു ബലം കിട്ടട്ടെ, അവരിലൊരു അഭിഷേകം കിട്ടട്ടെ. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണു തുറന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോ ഈ ശുശ്രൂഷ ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ബന്ധപ്പെട്ട് ഈ ഭൂമിയിലായിരിക്കുന്ന അനേകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ എന്നോടും ഈ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാം വചനത്തിലെ ഒരു കുഞ്ഞു ചോദ്യമാണ്. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4:6. ബൈബിൾ ഉള്ളവരൊന്ന് തുറക്കാമോ? ഒരു കൊച്ചു ചോദ്യം, പക്ഷേ ഇവിടെ ഇരിക്കുന്ന എന്നോടും നിന്നോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനത്തിൽ പഴയ നിയമത്തില് കായേനോട് ദൈവം ചോദിച്ച ചോദ്യം. ആ ചോദ്യം എന്താണെന്നറിയാവോ? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ചോദ്യം എന്താ? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരോട് ചോദിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയ കാര്യം, പറയുന്ന ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? എടാ, നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഖം വാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അയാളുടെ ഉള്ളിലാണ് അടിസ്ഥാനപരമായി വാട്ടമുള്ളത്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്? എന്നതിന്റെ അർത്ഥം നമ്മുടെ മുഖം വാടിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചില ദുഃഖത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്:
എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇതൊരു ഹെബ്രായ ഭാഷയിലെ ഒരു ശൈലിയാണ്. വൈ ഹാസ് യുവർ ഫേസ് ഫോളൻ, വൈ ഈസ് യുവർ ഫേസ് ഡൗൺകാസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതൊരു ഹെബ്രായ ഭാഷയിലുള്ള ഒരു ശൈലി തന്നെയായിരുന്നു. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം എന്താ? നിന്റെ മുഖമല്ല വാടിയിരിക്കുന്നത്, മറിച്ച് നിന്റെ ഉള്ളിലാണ് ഈ വാട്ടം മുഴുവൻ. ഉള്ളിലുള്ളത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തെളിയുന്നുണ്ട്. ചേച്ചി, എന്താ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നേ? അല്ലേ? എന്താ ഇത്ര ഭാരപ്പെട്ടിരിക്കുന്നേ? അതാ അതിന്റെ അർത്ഥം. എന്താ നീ ദുഃഖിച്ചിരിക്കുന്നത്? പഴയ നിയമത്തില് കായേനോട് ചോദിച്ച ചോദ്യം ഇത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിന്റെ മുഖം വാടുമ്പോൾ അതറിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് സങ്കടം വരുമ്പോൾ അതറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഉള്ളിൽ കടന്ന് ചില വിഷയങ്ങൾ കിടന്ന് പിടയ്ക്കുമ്പോൾ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഉണ്ടെന്ന്. നിന്റെ മുഖം വാടിയാൽ ദൈവത്തിന്റെ മുഖം വാടും. ഒന്ന് കണ്ണടച്ചേ. ഓരോരുത്തരും ചിന്തിക്കണം. ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഈ മണിക്കൂറിൽ നിന്നോട് ചോദിക്കുന്ന ചോദ്യം. എന്റെ സഹോദര, സഹോദരി, നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും നിന്റെ ജീവിത അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഈശോ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താ നിന്റെ ഉള്ളിലുള്ള സങ്കടം? ഈശോയ്ക്ക് നിന്നെ അറിയാം. നിന്റെ മുഖത്തെ മാറ്റങ്ങൾ അറിയുന്നവൻ സർവശക്തനായ ദൈവം ഇതാ നിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് നിന്നോട് ചോദിക്കുന്നു, എൻ്റെ മകനെ, മകളെ, എന്താ നിനക്ക് പറ്റിയത്? എന്താ ഇത്രമേൽ സങ്കടം? എന്താ ഇത്രമേൽ ദുഃഖം? ദൈവമേ, എൻ്റെ മുഖം വാടുമ്പോൾ അറിയുന്ന ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. എന്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും, മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നീറയും. ഈ ഗാനത്തിന്റെ വരികൾ കേൾക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എൻ്റെ മുഖം വാടുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തിനാണ് സങ്കടം വരുന്നത്. നിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളി ഇറ്റിറ്റായി വീഴുമ്പോൾ അതറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നത് വെറുതെയല്ല. വിശ്വസിക്കൂ, എൻ്റെ ജീവിതത്തെ അറിയുന്ന എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ അറിയാവുന്ന സർവശക്തനായ ദൈവം നമ്മളോട് ചോദിക്കുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? നിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ശുശ്രൂഷ സമയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ഓരോ അനുഭവങ്ങളെയാണ് ചോദിക്കുന്നത്. സ്വയം ഒന്ന് ചിന്തിക്കാൻ. പഴയ നിയമത്തിൽ കായേനോട് ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ ജീവിതത്തിൽ അത്രമേൽ ഭാരപ്പെട്ട് ഒരു പാപപ്രവൃത്തി വാതിൽക്കൽ പതുങ്ങിയിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. ഈ ചോദ്യത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു കൊടുത്തു, കായേനെ, എടാ നീ സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം. നിന്റെ മുഖം വാടിയിരിക്കുന്നു, അതിന് ചില കാരണങ്ങളുണ്ട്, അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം കായേനോട് ദൈവം പറഞ്ഞു വെച്ചത് എന്താണെന്നറിയാവോ? എടാ, നീ ഇങ്ങനെ ഈ ഉള്ളിലുള്ള വികാരം കൊണ്ടോണ്ടിരുന്നാൽ, ഇതും നീ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ, നീ ശ്രദ്ധിക്കണം, നിന്റെ വാതിൽക്കൽ പാപം പതുങ്ങിയിരിക്കുന്നു. നീ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായി സർവശക്തനായ ദൈവം കായേനോട് പറഞ്ഞു കൊടുത്തു. ഈ ചോദ്യത്തിനും ഈ വിലയിരുത്തിനുമൊക്കെ ശേഷമാണ് കായേൻ
ആബേലിനെ കൊല്ലുന്നതും പിന്നീട് വലിയ തിന്മയിലേക്ക് പോയ അനുഭവങ്ങളുമൊക്കെ. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും സർവശക്തനായ ദൈവം ഈ ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായി പറയുന്നൊരു കാര്യം, നിന്റെ ഹൃദയത്തിലെ വികാരങ്ങളെ നീ കൃത്യമായി തിരിച്ചറിയണം. നിന്നെ ഇത്രമേൽ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നീ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അത് നിന്നെ പാപത്തിലേക്ക് നയിക്കും, സങ്കടത്തിലേക്ക് നയിക്കും, തീരാ ദുഃഖത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളിൽ ഒരു ശുശ്രൂഷ അവസരത്തിൽ കണ്ടെത്തിയ ഒരു അമ്മ, ഈ അമ്മ എന്തോ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. ഞാൻ വെറുതെ ചോദിച്ചു, എന്റെ അമ്മേ, എന്തിനാ ഇത്രമേൽ സങ്കടം? എന്തിനാ ഇങ്ങനെ ഈ വ്യാകുല മാതാവിനെ പോലെ നിൽക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മുഖത്തെ ആ സങ്കടം ഉണ്ടല്ലോ, വലിയൊരു നിലവിളിയായിട്ട് മുമ്പിലോട്ട് വീഴുകയാണ്. വലിയൊരു നിലവിളി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ നെഞ്ചത്തടിച്ച് കൈയടിച്ചോണ്ട് പറയുക, എന്റെ മകള് 18 വയസ്സായി അച്ഛാ. അവള് 2 ദിവസം മുമ്പ് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഒരേ ഒരു മകൾ അച്ഛാ, ഒരേ ഒരു മകള്. ഞാൻ അത്രമേൽ സ്നേഹിച്ച് പൊന്നുപോലെ വളർത്തി എന്റെ മകള് എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പടിയിറങ്ങിപ്പോയി. 2 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നോണ്ട് പല വിധത്തിൽ ആലോചിച്ചു. ഒരെത്തും പിടിയും കിട്ടാത്തതുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വന്നതാച്ചാ. ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല. അവനോട് ഇഷ്ടമാണെന്നൊക്കെ പലതവണ പറഞ്ഞപ്പോ ഞങ്ങൾ മുടക്കി. എടീ, ഇത് നിനക്ക് നല്ലതല്ലെന്ന്, ഇത് നിനക്ക് നല്ലതല്ലെന്ന് പലതവണ പറഞ്ഞു കൊടുത്തച്ചാ. പക്ഷേ അവള് കാത്തിരുന്നത് 18 വയസ്സാകാൻ. അവൾ ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു, ഇനി ഈ നരകത്തിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല അച്ഛാ. ഇത്രയും നാളും അവളെ വളർത്തിയത് ഈ നരകത്തിലാണോ അച്ഛാ? അത്രമേൽ സ്നേഹം കൊടുക്കാവുന്നതൊക്കെ കൊടുത്ത അച്ഛൻ ഞങ്ങൾ അവളെ വളർത്തിയത്. അവള് കാത്തിരുന്നത് 18 വയസ്സാകാൻ. അവള് പറഞ്ഞു, ഇനി ഈ നരകത്തിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് 18 വയസ്സായി, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, ഇനി ഞാൻ പോവാ അച്ഛാ. 3-4 ദിവസം ആയിട്ടുള്ളൂ, എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. അച്ഛൻ ചോദിച്ചില്ലേ എന്റെ മുഖത്ത് എന്താ ഇത്രമേൽ സങ്കടമെന്ന്? സങ്കടപ്പെടാതെ പിന്നെ എന്നാ ചെയ്യൂ അച്ഛാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ എന്നെ കേൾക്കുന്ന, ഓൺലൈനിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു സങ്കടമാണ്. ദൈവമേ, എന്നതാ ഇനി ചെയ്യണ്ടേ? ഇനി എന്താ ചെയ്യണ്ടേ? ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. സങ്കടപ്പെടാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ചെറുപ്പക്കാരൻ മിടുക്കനാണ്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി. ധ്യാനത്തിന്റെ സമാപന ദിവസം അവൻ വിശ്വസിച്ചു, ഇനി മുതൽ എന്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഇത്രയും നാളുള്ള അവന്റെ വഴിവിട്ട ജീവിതമൊക്കെ അവൻ ഉപേക്ഷിച്ചു. അവനെ അനുഗ്രഹിച്ച് വിടുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇനി ഇടപെടും. അവന് പ്രാർത്ഥിക്കാൻ 21 ദിവസത്തെ പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്തു, വചനം പങ്കുവെച്ചു കൊടുത്തു. മിടുക്കൻ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, വിദേശത്തേക്ക് ഒരു ജോലിയൊക്കെ റെഡിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കണ്ടില്ലേടാ, സർവശക്തനായ ദൈവം നിന്നിൽ ഇടപെടുന്നു. പിന്നീട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഭയങ്കര സന്തോഷം. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ബോംബെക്ക് പോവുക. ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ജോലി ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് ട്രാവൽ ഏജന്റ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛാ, എന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അയച്ചു കൊടുത്തു, എല്ലാം റെഡി. ബോംബെയിൽ ചെല്ലുമ്പോൾ വിസ ഇങ്ങോട്ട് കയ്യിലോട്ട് തരും, ബാക്കി എല്ലാം റെഡി. ഞാൻ പറഞ്ഞു, മോനെ, മിടുക്കനായിട്ട് പോടാ. അവൻ ഇവിടുന്ന് പോയി ബോംബെയിലെത്തി. കാര്യങ്ങൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇവന്റെ പേപ്പറും സർട്ടിഫിക്കറ്റുകളും ഇവന്റെ കയ്യിലെ പണവുമൊക്കെയായി ആ ഏജന്റ് മുങ്ങി. ഇനി എന്നാ ചെയ്യേണ്ടത്? 3-4 ദിവസം ബോംബെയിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നു. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ജീവിതം വഴിമുട്ടി. തിരിച്ച് നാട്ടിലെത്തി. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നിരാശപ്പെട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ അച്ഛാ?
ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതല്ലേ? അച്ഛാ, എന്റെ SSLC സർട്ടിഫിക്കറ്റ് പോലും നഷ്ടപ്പെട്ടിരിക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് ഞാൻ കൊടുത്തത്. ഇനി ഞാൻ എന്നാ ചെയ്യും? ഇനി ഞാൻ എന്ത് ചെയ്യും? പണം പോയത് പോട്ടെ, ജീവിതം വഴിമുട്ട് നിൽക്കുന്നു. നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. ഭാരം, അങ്ങേയറ്റം ഭാരം. ഇത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള സങ്കടമാണെന്ന്. പിന്നെ എങ്ങനെ മുഖം വാടാതിരിക്കും? ഇവിടെ ഇരിക്കുന്ന അനേകരുടെ മുഖത്ത് നോക്കിക്കെന്ന് എന്തെല്ലാം ഭാരങ്ങളാണ്. പറഞ്ഞാലും തീരാത്തത്രയും സങ്കടങ്ങളുടെ വലിയ ഒരു കടല് പോലെ കൊണ്ടു നടക്കുമല്ലേ. പിന്നെ എങ്ങനെ മുഖം വാടാതിരിക്കും? വിശുദ്ധ ഗ്രന്ഥത്തോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം കൃത്യം വ്യക്തമായി നമ്മുടെ മുമ്പിൽ ഉത്തരം നൽകും. എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? അബ്രാഹം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 1 വായിക്കൂ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 15, 15-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണേ. 12-ാം അധ്യായത്തിൽ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, അബ്രാഹമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. എത്രാം അധ്യായം? 12-ാം അധ്യായം. നീ ഒരു അനുഗ്രഹമായിരിക്കും. എടാ, നിനക്ക് മക്കളുണ്ടാവും. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. 12-ാം അധ്യായം. ഇത് പറയുമ്പോൾ അബ്രാഹത്തിന് വയസ്സ് 75, 75. ഭാര്യയ്ക്കും ഉണ്ടാകുമല്ലോ സമാനമായിട്ടുള്ളൊരു പ്രായം. 75 വയസ്സെത്തിയിട്ടുള്ള ഒരു മനുഷ്യനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ടെന്ന്, നിനക്ക് കുഞ്ഞുണ്ടാകും. 12-ാം അധ്യായം കഴിഞ്ഞു. 13 14-ാം അധ്യായം, 15-ാം അധ്യായം ഒന്ന് എടുത്തേ. എന്നിട്ട് 1-ാം വചനം തൊട്ടൊന്ന് വായിച്ചേ. ചില കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി കർത്താവ് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാലോ? അബ്രാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. 15-ാം അധ്യായം എത്തുമ്പോൾ വർഷം മുന്നോട്ട് നീങ്ങുന്നു. അബ്രാഹത്തിന്റെ മുമ്പിൽ സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട്. ദൈവം വന്ന് മുമ്പിൽ നിൽക്കുവാന്ന്. എന്നിട്ടൊന്ന് വായിച്ചേ. അബ്രാം, ഭയപ്പെടേണ്ട. അബ്രാഹമേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിനക്ക് പരിചയാണ്. ഞാൻ നിനക്ക് പരിചയാണ്. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. കണ്ടോ? അതായത് അബ്രാഹത്തോട് ദൈവം പറയാണ്, അബ്രാഹമേ, നീ ഭയപ്പെടേണ്ട. എടാ, ഞാൻ നിനക്ക് പരിചയാണ്. ഞാൻ നിനക്ക് പ്രതിഫലം നൽകാൻ പോകുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അബ്രാഹത്തിന്റെ അവസ്ഥ എന്നാന്നറിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചേന്ന്. പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ വാഗ്ദാനം ഉണ്ടായി, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ഒന്നും കാണാനില്ലെന്ന്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരൻ്റെതുപോലെ ധ്യാനത്തിനും കൗൺസിലിങ്ങിനൊക്കെ പോയപ്പോ തലയെ കൈവച്ചും നിങ്ങളുടെ മുഖത്ത് നോക്കിയും ചിലര് പറഞ്ഞില്ലേ, ദേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള വല്ലാത്തൊരു ആശങ്ക എന്താ? കർത്താവേ, ഞാൻ കുറെ നാളായി വാഗ്ദാനങ്ങളൊക്കെ കേട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും അങ്ങോട്ട് നടക്കണില്ലല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? അബ്രാഹത്തിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അടുത്ത വചനം വായിച്ചേ, 2-ാം വചനം വായിച്ചേ. അബ്രാഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദൈവമേ, നീ ഇങ്ങനെ പറഞ്ഞല്ലോ, ഭയപ്പെടേണ്ട, പരിചയാണ്, നിനക്ക് പ്രതിഫലം കിട്ടും, കാര്യമൊക്കെ കൊള്ളാം. അബ്രാഹം നമ്മളെപ്പോലെ ഒരു പച്ച മനുഷ്യനാണ്. ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ വാഗ്ദാനങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഒരു കുഞ്ഞിക്കാൽ ഇതുവരെയായിട്ട് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെ എന്ത് വാഗ്ദാനം? വർത്താനം കുറെ പറഞ്ഞല്ലോ, ഇത്രയും നാളായിട്ട് എന്റെ കൺമുമ്പിൽ എനിക്കൊന്നും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോ, എന്തെല്ലാം പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടാവും, പല പല ധ്യാന കേന്ദ്രങ്ങളിൽ കടന്നു ചെന്നിട്ടുണ്ടാവും, പല ശുശ്രൂഷ വഴികളിൽ പോയിട്ടുണ്ടാവും. കണ്ടുമുട്ടിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേ ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. എന്നിട്ട് എന്തേ ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ വല്ലാണ്ട് മനസ്സിലെ ഭാരം. ദൈവം ഉപേക്ഷിച്ചോ? ഇട്ടിട്ട് പോയോ? ഇനിയിപ്പൊ എന്റെ ജീവിതം തീർന്നോ? നമ്മുടെ മുഖം വല്ലാണ്ട് വാടിത്തുടങ്ങും. നമ്മുടെ ജീവിതം വല്ലാണ്ടൊരു വരണ്ടുണങ്ങാൻ തുടങ്ങും. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ സങ്കടം ഉള്ളിന്റെ മേലുള്ളിൽ അതിങ്ങനെ ഭരിക്കാൻ തുടങ്ങും. വലതുകര ഉള്ളവരൊന്ന് വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് അബ്രാഹത്തിന്റെ മാത്രം ചോദ്യമല്ല. പഴയ നിയമ ചരിത്രത്തിൽ ഓരോ താളുകളിലും ആവർത്തിച്ചാവർത്തിച്ച് ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്നറിയാവോ? ശ്രദ്ധിച്ചേ. നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്ന് നിർബന്ധം വെക്കരുത്. മറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയോട് നീ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്റെ കൺമുമ്പിൽ നിന്നെ ഉയർത്തുന്ന ഒരു അനുഭവം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ഈശോയെ, എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും അങ്ങ് ചൊരിയുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ മുഴുവൻ അനുഗ്രഹമാക്കി മാറ്റുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം: എന്തുകൊണ്ടാണ് നീ ദുഃഖിച്ചിരിക്കുന്നത്? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് നിന്റെ അവസ്ഥ? മുഖം വാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലാണല്ലോ സങ്കടം, ഉള്ളിലാണല്ലോ അവസ്ഥ മാറിയിരിക്കുന്നത്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും നമ്മൾ ആയിരിക്കുന്ന ഈ അവസ്ഥ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുക. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അതെന്തു തന്നെയാണെങ്കിലും അത് ഈശോയുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ഈശോയോട് പറയണം: ഈശോയെ, ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിങ്ങനെ സങ്കടപ്പെടാൻ ഇതാ ചില കാരണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഭാരപ്പെട്ട് ജീവിക്കാൻ ചില കാരണങ്ങളുണ്ട്. കർത്താവേ, ആ കാരണങ്ങൾ ഇതാ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ഓർക്കുമ്പോൾ അനേക കാരണങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മളിങ്ങനെ സങ്കടപ്പെടാനുള്ള കാരണം, നിന്റെ മുഖം വാടിയിരിക്കാനുള്ള കാരണം, നിന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഭാരപ്പെട്ടിരിക്കാനുള്ള കാരണം, അതൊരു പക്ഷേ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സങ്കടമായിരിക്കും. തമ്പുരാന്റെ മുമ്പിൽ ആ സങ്കടം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയോട് നീ നിന്റെ സങ്കടം പറയണം. ആ സങ്കടത്തെ ഈ അൾത്താരയിൽ നീ സമർപ്പിക്കണം. ഈശോയെ, ഇതാണ് എൻ്റെ സങ്കടം. ആ സങ്കടം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയമറിയുന്ന തമ്പുരാൻ കർത്താവിനോട് നീ ഹൃദയം തുറന്നു പറയണം. നിന്റെ ഹൃദയമറിയുന്ന ദൈവം എല്ലാം അറിയുന്നവനാണ്. നിന്നിൽ നിന്ന് ദൈവം എന്താ പ്രതീക്ഷിക്കണമെന്നറിയോ? ഈ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ ആ വിഷയത്തെ ഹൃദയം തുറന്ന് നീ തമ്പുരാന്റെ മുമ്പിൽ കൊടുക്കണം, സമർപ്പിക്കണം. ദൈവമേ, ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ അവസ്ഥയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിന്റെ ഭാരത്തെ ഞാൻ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഒരു പക്ഷേ പുറത്ത് ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത ചില വിഷമങ്ങളായിരിക്കും നിന്റെ ഉള്ളിലുള്ളത്. വീട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല, കൂട്ടുകാരോട് പറയാൻ പറ്റുന്നില്ല. അത്രമേൽ വലിയൊരു ഭാരം നിന്റെ ഉള്ളിലുണ്ടാവും. ആ ഭാരം എന്താണോ, നിന്നെ അറിയുന്ന ഈശോയുടെ മുമ്പിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, നിനക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഇതാ എൻ്റെ ഈ ഭാരത്തെ, ഈ സങ്കടത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സങ്കടത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഒരു പക്ഷേ നിന്നെ കുറിച്ച് നാട്ടുകാര് കളിയാക്കുകയും ഇല്ലാക്കഥകൾ പറയുകയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ നീ ഒരു തിന്മയും ചെയ്തിട്ടില്ലെങ്കിലും
നിന്നെ മറ്റുള്ളവര് വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട അനുഭവം ഉണ്ടോ? ഈശോയോട് പറ, ഈശോയെ ഇതെന്റെ സങ്കടമാണ്, എനിക്ക് പലരോടും ദേഷ്യം തോന്നുന്നു, എൻ്റെ ഉള്ളിൽ പലരോടും വല്ലാത്ത പക തോന്നുന്നു. കർത്താവേ, എൻ്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ, സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ സങ്കടം എന്താണോ? ഒരുപക്ഷെ അനേക മാതാപിതാക്കളുടെ ഉള്ളിലുള്ള സങ്കടം മക്കളെ ഓർത്തിട്ടായിരിക്കും. ഇത്രയും സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിട്ടും ഈ മക്കൾ എന്തേ ഞങ്ങളെ ഒന്ന് പരിഗണിക്കുന്നില്ല, ഞങ്ങളെ ഒന്ന് വിലമതിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്ന് സങ്കടം മാതാപിതാക്കളെ നിങ്ങൾക്കുണ്ടാകും. ആ സങ്കടത്തെ ഈശോയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഉള്ളിലുള്ള ആ കുറവിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുവേ